ഹലോ, അടുത്ത പാർട്ടിലേക്ക് പോയാലോ? ഇനി എന്തൊക്കെ ഉണ്ടാവുന്ന ദൈവത്തിനറിയാം. ആ അമ്മാവനൊരു ആകാശവാണിയാ. ഇനി ഇത് എവിടെയൊക്കെ പറഞ്ഞെത്തിക്കുന്ന ദൈവത്തിനറിയാം. അമ്മ ആരോടിന്നില്ലാതെ പറഞ്ഞ അടുക്കളയിലേക്ക് പോയി. നിനക്കും എന്നെ വിശ്വാസമില്ല ഏട്ടാ? ഞാൻ വേണമെന്ന് വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ഇല്ലായിരിക്കാം, പക്ഷേ ഇങ്ങനൊരു അവസരത്തിന് ഇട കൊടുക്കാതിരിക്കായിരുന്നു നിനക്ക്. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? അരുൺ ഫോണെടുത്ത് പുറത്തേക്ക് പോയി. പിറ്റേ ദിവസം നീലൻ അപ്പുവിൻ്റെ കൂടെ തിരികെ കൊടുക്കാൻ അരുണിൻ്റെ വീട്ടിലേക്ക് വന്നു. താൻ കാരണം അപ്പുവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കണം എന്ന ചിന്തയിലാണ് അവൻ വന്നത്. എങ്കിലും റോഡിനപ്പുറത്തൊരു ചെറിയ മടിയോടെ നിന്നു. തലേ ദിവസം ശ്രീലക്ഷ്മി പറഞ്ഞതോർത്തതും അവൻ അകത്തേക്ക് നടന്നു. നിനക്ക് രാവിലെ ഒന്ന് കുളിക്കുകയും നനയ്ക്കുകയും ചെയ്തൂടെടി? ഒരു കല്യാണം നടക്കാൻ പോണ വീടല്ലേ ഇത്? നീ ഇങ്ങനെ കണ്ട ആൾക്കാരെന്താ പറയാ? നാട്ടുകാരെന്തു പറയാം? മലയാളം പറയും. നിന്റെ അഹങ്കാരം ഇത്ര നല്ലതല്ല. അപ്പോ ആളുകൾ ഓരോന്ന് പറയും. നീ എന്നെ കുറിച്ച് എന്താ പറയാനില്ലാത്ത? ഞാൻ അങ്ങനെ നടക്കുന്ന ഒരുവളാണല്ലോ. നാശം. വീട്ടിൽ ഒരു സമാധാനം തരില്ല എന്ന് വെച്ച് എന്ത് കഷ്ടാ. ഇങ്ങനെ പോയാൽ എനിക്ക് പ്രാന്ത് പിടിക്കും. അത് പറഞ്ഞ് കണ്ണു തുടച്ച് അവൾ ഉമ്മറത്തേക്ക് ഇറങ്ങിയതും മുറ്റത്ത് നീളൻ. താൻ പറഞ്ഞതെല്ലാം അവൻ കേട്ടിട്ടുണ്ടെന്ന് അവൻ്റെ മുഖഭാവത്തിൽ നിന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. ഞാൻ ഈ കൊട ഇത് തരാൻ വന്നതാ. അവൾ കുട വാങ്ങി നേരെ അകത്തേക്ക് പോയി. പിന്നെ നീലന് അവിടെ നിൽക്കാൻ തോന്നിയില്ല. അവൻ നേരെ ക്ലബിലേക്ക് നടന്നു. അവിടെ എത്തുന്നവരെ മനസ്സിൽ ഓരോ ചിന്തകളായിരുന്നു. ക്ലബിന് മുന്നിലായുള്ള ആൾക്കൂട്ടം കണ്ടതും അവൻ വേഗം അവിടേക്ക് നടന്നു. അരുൺ ഏതോ ഒരാളെ റോഡിലിട്ട് തല്ലുകയാണ്. ചുറ്റും കാഴ്ചക്കാരായ നാട്ടുകാരും. അവരെ വകഞ്ഞു മാറ്റി നീലൻ അരുണെ പിടിച്ചു മാറ്റി. എന്നെ വിട്ടു നിർത്തി, ഇവനെ ഞാനിന്ന് കൊല്ലും. അരുൺ നീലന്റെ കയ്യിൽ നിന്ന് കിടന്നു കുതറി. എടാ ബാലു, അവനെ എടുത്തോണ്ട് പോടാ. നീലൻ അലറിയതും ക്ലബിലൊരു പയ്യൻ താഴെ കിടക്കുന്നതിനെ എടുത്തു മാറ്റി. നീലൻ അരുണിനെ പിടിച്ചു വലിച്ച് ക്ലബിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. അരുൺ ഇരു കൈകളും കുത്തി ബെഞ്ചിലിരുന്നു. വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു അവൻ. നീലൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അരുണിന് നേരെ നീട്ടി. വെള്ളം കുടിച്ചിട്ട് അരുണിന്റെ കിതപ്പ് മാറിയിട്ടുണ്ടായിരുന്നില്ലോ. എടാ, അപ്പൊ അന്നമോനെ അപ്പൂനെ കുറിച്ച് എന്താ പറഞ്ഞെന്നറിയോ? കൂട്ടുകാരനായി പോയി, അല്ലെങ്കിൽ ഒട്ടേഷം മോനെ ഞാൻ കൊന്നേനെ. അരുണിന്റെ മുഖം ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകി. നിനക്കെന്റെ കൂടെ ഒരു ഇടവര വരാൻ പറ്റുമോ? നീലന്റെ ചോദ്യം കേട്ട് അരുൺ സംശയത്തോടെ നെറ്റിച്ചൊളിച്ചു. ബാലു, എന്റെ ബൈക്കിന്റെ കീ ഒന്ന് താ. നീലൻ കീ വാങ്ങി പുറത്തേക്ക് നടന്നു. ഒപ്പം ഒന്നും മനസ്സിലാവാതെ പിന്നാലെ അരുണും. അതിനിടയിൽ നീലൻ ആരെയോ ഫോൺ വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. ബൈക്ക് നേരെ ചെന്ന് ഒരു ഗ്രൗണ്ടിലാണ്. ജേഴ്സികൾ അണിഞ്ഞ ഒരു കൂട്ടം പയ്യന്മാർ അവിടെ കളിക്കുന്നുണ്ട്. നീലൻ മണ്ട് മടക്കി കുത്തി മുന്നോട്ട് നടന്നു. ഗ്രൗണ്ടിൻ്റെ ഒരു ഭാഗത്ത് നിന്നും വെള്ളം കുടിക്കുന്നവനെ പിന്നിൽ നിന്ന് ആഞ്ഞു ചവിട്ടിയത് ആ പയ്യൻ നേരെ മുന്നിലേക്കും മലനടിച്ചു വീണു. വീണടുത്ത് നിന്ന് അവൻ ചാടി എണീറ്റതും അവൻ്റെ മുഖം അരുൺ വ്യക്തമായി കണ്ടു. ആകാശം ഒരു ഭയത്തോടെ ചുറ്റും നോക്കി. അവൻ കൂടുതൽ പേടിച്ച നീലന്റെ മുഖം കണ്ടാണ്. ഇതിനു മുമ്പ് നിഷ്കളങ്കമായ മുഖത്തോടെ മാത്രം കണ്ടിട്ടുള്ള അവനെ അന്ന് അത്രയും ദേഷ്യത്തിൽ കണ്ടതും അവൻ്റെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. അടുത്ത നിമിഷം നീലൻ അവൻ്റെ ജേഴ്സിയിൽ കുത്തിപ്പിടിച്ചതും ഗ്രൗണ്ടിലുള്ളവരിൽ രണ്ടുപേർ നീലന് നേരെ വന്നു. ഇത് ഞാനും ഇവനും തമ്മിലുള്ള കണക്കാണ്. ആവശ്യമില്ലാതെ ഇതിൽ കയറി ഇടപെട്ട് തടി കടാക്കാൻ നിൽക്കണ്ട. നീലൻ കൈ ചൂണ്ടി പറഞ്ഞത് അവർ രണ്ടടി പിന്നിലേക്ക് നീങ്ങി. നീലൻ ഷർട്ടിന്റെ സ്ലീവ് കയറ്റി വെച്ച് ആകാശിന് നേരെ പാഞ്ഞെടുത്തു. ആദ്യത്തെ അടി അവന്റെ മുഖത്തിനിട്ട് തന്നെ പൊട്ടിച്ചു. ഇത് നിന്റെ പെങ്ങക്ക് ആവശ്യമില്ലാത്ത ഒരു ചെറിയ പ്രശ്നം ഇത്രയും ഊതിപ്പെരിപ്പിച്ചതിന് ശേഷം അവന്റെ അടുത്ത കവിളിനിട്ട് പൊട്ടിച്ചു. ഇത് നിനക്ക് ആവശ്യമില്ലാതെ ഞങ്ങളുടെ നാട്ടിൽ വന്ന ഒരു പ്രശ്നം ഉണ്ടാക്കി ഒരു പെൺകുട്ടിയെ മോശക്കാരിയാക്കിയതിന്. അവിടെ നിന്ന് അങ്ങോട്ട് അടിയോടടിയായിരുന്നു. ആരും വന്ന് നീലനെ പിടിച്ചു മാറ്റേണ്ടി വന്നു. ഇനിയും തല്ലി അവൻ ചത്തുപോകും. മതിയുടെ വാർത്തി. അതോടെ നീലനും നടങ്ങി. തിരിച്ചുള്ള യാത്രയിൽ അരുണായിരുന്നു വണ്ടി ഓടിച്ചത്. ഇവിടെ ഒന്ന് നിർത്തടാ. നീലൻ തോളി തട്ടി പറഞ്ഞത് അരുൺ വണ്ടി സൈഡാക്കി. ഇരുവരും റബ്ബർ കാടുകളിൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമായിരുന്നു അത്. അവർ ഇരുവരും പരസ്പരം ഒന്നും മിണ്ടാതെ അകലേക്ക് നോക്കി കുറച്ചു നേരം നിന്നു. പിന്നീട് മൗനത്തെ ഭേദിച്ചുകൊണ്ട് നീലൻ തന്നെ സംസാരത്തിന് തുടക്കമിട്ടു. നീലൻ വീട്ടിൽ തിരിച്ചെത്തുമ്പോഴേക്കും ഉച്ചയായിരുന്നു. അവൻ അകത്തേക്ക് കയറി. ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ച് ബെഡിലേക്ക് കിടന്നു.
ഫോൺ നോക്കിയപ്പോൾ ശ്രീലക്ഷ്മിയുടെ 1-2 മിസ് കോൾ. അവൻ തിരിച്ചു വിളിച്ചെങ്കിലും കോൾ എടുത്തില്ല. മെസ്സേജ് ചെക്ക് ചെയ്തപ്പോൾ അത് ശ്രീലക്ഷ്മിയുടെ മെസ്സേജ് ഉണ്ട്. കല്യാണ സാരി എടുക്കാൻ പോകുകയാണെന്നും മാത്രം കൂടെ ഒരു പിക്കും കൂടെ ഉണ്ട്. ശ്രീലക്ഷ്മിയുടെ തൊട്ടടുത്തായി ഒരു 35-36 വയസ്സ് തോന്നിക്കുന്ന ഒരാളും ആളുടെ കയ്യിൽ ഒരു വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരു കുട്ടിയും. ശ്രീലക്ഷ്മിയുടെ മുഖത്തെ ചിരി കണ്ട് നീലന്റെ മുഖം ഒന്ന് വിടർന്നു. എനിക്ക് കാർത്തിയേട്ടനോട് ഇഷ്ടക്കുറവൊന്നുമില്ല. പക്ഷെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഒരാളെ സ്നേഹിച്ചിരുന്നു. പക്ഷെ തുറന്നു പറയാൻ കഴിഞ്ഞില്ല. എൻ്റെ അധ്യാപനമായിരുന്നു. ഇപ്പോൾ ആള് മാരീഡാണ്, ഒരു കുട്ടിയുണ്ട്. എനിക്ക് ആളെ മറക്കാൻ കുറച്ച് സമയം വേണം. അതുവരെ കാർത്തിയേട്ടൻ കാത്തിരിക്കണം. അതിന് സമ്മതമാണെങ്കിൽ ഈ കല്യാണത്തിന് എനിക്ക് സമ്മതമാണ്. പെണ്ണ് കാണാൻ പോയ ദിവസം ശ്രീലക്ഷ്മി പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വന്നു. ഒപ്പം കുറച്ച് ദിവസം മുമ്പ് ഉണ്ടായ കാര്യങ്ങളും. അവൻ തൻ്റെ ഒഴിഞ്ഞു കിടക്കുന്ന മോതിരവിരലിലേക്ക് നോക്കി. ശേഷം ബെഡിലേക്ക് മലർന്നു കടന്നു. അല്ലെങ്കിലും സ്നേഹിക്കുന്നവർ തമ്മിലാണ് ഒന്നിക്കണ്ടേ. അവൻ ഒരു പുഞ്ചിരിയോടെ കണ്ണുകൾ അടച്ചു. നീല, എന്തോ? നീല, അറിഞ്ഞേ, നിനക്ക് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ? നിന്നാണെന്ന് പറയണായിരിക്കും. അതിന് വേണ്ടിയില്ല ഇങ്ങനെയൊരു ചോദ്യം. ആണെന്ന് കൂട്ടിക്കോ. ഈ നീലന് ഈ ലോകത്ത് സ്വന്തം എന്ന് പറയാനും ഇങ്ങനെ ചേർത്ത് പിടിക്കാനും സ്നേഹിക്കാനും ദേഷ്യപ്പെടാനും എൻ്റെ പൊന്നല്ലാതെ വേറെ ആരോ ഉള്ളേ? അപ്പം എൻ്റെ ഈ കുഞ്ഞിപ്പെണ്ണിനോടായിരിക്കില്ലേ ഈ നീലന് കൂടുതൽ ഇഷ്ടം? അവളുടെ പിൻകഴുത്തിൽ അമർത്തി ഉമ്മ വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു. നീലൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. ഒരു നിമിഷം താൻ കണ്ടത് സ്വപ്നമാണെന്ന് പോലും അവന് വിശ്വസിക്കാനായില്ല. അവളുടെ ഗന്ധം ഇപ്പോഴും തന്നെ പൊതിയുന്ന പോലെ, ആ സ്വരം ഇപ്പോഴും കാതിൽ അലയടിക്കുന്ന പോലെ. നിർത്താതെയുള്ള കോണിമ്പൽ കേട്ടാണ് നീലൻ സ്വഭാവത്തിലേക്ക് വന്നത്. സമയം 4:45. 5 മണിക്ക് ട്യൂഷൻ പിള്ളേര് വരും. അവൾ എഴുന്നേറ്റ് മുഖം കഴുകി ഉമ്മറത്തേക്ക് നടന്നു. വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവന്റെ നെറ്റി ചുളിഞ്ഞു. ഒപ്പം മുഖത്തൊരു അത്ഭുതവും. എനിക്കൊരു ജീവിതം തന്ന് സഹായിക്കാൻ നീ ആരാ? ഗാന്ധിജിയുടെ മകനോ അതോ മദർ തെരേസയുടെ കൊച്ചുമോനോ? നീ എന്തൊക്കെയായിരുന്നു എന്നോട് പറഞ്ഞേ? അപ്പുവിന്റെ സംസാരം കേട്ട് നീലൻ വലിയ ഭാവവ്യത്യാസമില്ലാതെ മുറ്റത്തേക്ക് ഇറങ്ങി. ശേഷം അവൾ എന്ന ഒരാൾ അവിടെ ഉണ്ട് എന്ന് പോലും ഭാവിക്കാതെ അഴയിൽ വിരിച്ചിട്ടിരിക്കുന്ന ഉണങ്ങിയ തുണികൾ എടുക്കാൻ തുടങ്ങി. ഞാൻ നിന്നോടാ നീല ചോദിക്കണേ, എന്നെ കല്യാണം കഴിച്ചു തരുമെന്ന് നീ ഏട്ടനോട് ചോദിച്ചോ? എന്തിനാ അത്? എന്റെ പേര് ദോഷം ഇല്ലാതാക്കാനോ അതോ നാട്ടുകാരെ പേടിച്ചാ? ഇതെല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ നല്ലൊരു ദിവസം നേരുന്നു. താങ്ക്